പ്രിയമുള്ളവർ, എം ടിക്ക് തുഞ്ചൻ പറമ്പ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ സാരഥ്യം വഹിച്ചതുകൊണ്ട് എന്തെങ്കിലും സാധ്യതയുണ്ടായി ഞാൻ കരുതുന്നില്ല. സാധ്യത ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പല ബാധ്യതകളും ഉണ്ടായിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എഴുത്തിൻ്റെ ദേവത മറ്റുള്ളവരെ പരിഗണിക്കുന്നത് പൊറുക്കുന്ന സ്വഭാവം എഴുത്തിൻ്റെ ദേവതയ്ക്കില്ല. തന്നെ നോക്കണം, തന്നെ ആരാധിക്കണം, തന്നെ പൂജിക്കണം. അങ്ങനെ സമസ്ത ഇന്ദ്രിയങ്ങളും തന്നിൽ സമർപ്പിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു ദേവതയാണ് എഴുത്തിൻ്റെ ദേവത. ആ എഴുത്തിൻ്റെ ദേവതയെ ഉപാസിക്കുന്ന എം ടിയെപ്പോലെ ഒരാൾ മറ്റ് കാര്യങ്ങളിൽ, പരകാര്യങ്ങളിൽ താല്പര്യമെടുക്കുന്നത് എഴുത്തിൻ്റെ ദേവതയ്ക്ക് സഹിക്കാനാവില്ല എന്നറിയാൻ എം ടിക്ക് കഴിയും. അത് എം ടിയുടെ നഷ്ടമാണ്. കാരണം അത്രയേറെ ഏകാഗ്രതയും ഏകാന്തതയും സമർപ്പണവും ആവശ്യമുള്ള ഒരു ലോകമാണ് എഴുത്തിൻ്റെ ലോകം. അപ്പം അതിനെ ബലി കൊടുത്തിട്ട്, അതിനെ മാറ്റി നിർത്തിയിട്ട് ഈ തുഞ്ചൻ പറമ്പിൻ്റെ സാരഥ്യം അദ്ദേഹം ഏറ്റെടുത്തു. അത് തുഞ്ചൻ പറമ്പിന്, തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്, ഈ സ്ഥാപനത്തിന് വലിയ സാധ്യതകൾ പകർന്നു നൽകുകയും ചെയ്തു. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. എവിടെ പോയാലും എനിക്കെന്ത് കിട്ടും എന്ന് കരുതുന്നവർ. എന്നാൽ എപ്പോഴും എവിടെയും എനിക്കെന്ത് നൽകാൻ കഴിയും എന്ന് വിചാരിക്കുന്നവരും. ഈ ആദ്യം പറഞ്ഞ ഗണത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ തലപ്പത്ത് കയറി ഇരിക്കാൻ ഇടവന്നതെങ്കിൽ അതിൻ്റെ ഗതിയും വിധിയും എന്താവുമെന്ന് ഊഹിക്കാനേ വഴിയുള്ളൂ. എന്നാൽ അതിന്ന് വ്യത്യസ്തമായി തനിക്കെന്ത് നൽകാൻ കഴിയും എന്ന് സദാ അവഹിതനായ ഒരു സാംസ്കാരിക നേതാവ് കൂടിയായിരുന്നു എം ടി. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എം ടിയുടെ ജീവചരിത്രത്തിൽ ഈ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ കടിഞ്ഞാൺ കയ്യേന്തിയ കാലം പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വിവരിച്ചില്ല എന്നുള്ളത് കൊണ്ട് എം ടിയുടെ ജീവചരിത്രത്തിനോ എം ടിക്കോ ഒരു പോറലും സംഭവിക്കില്ല. എന്നാൽ ഈ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെയും തുഞ്ചൻ മഠത്തിൻ്റെയും ചരിത്രം നാളെ കുറിക്കുന്ന ഒരാൾ എം ടിയുടെ സാരഥ്യത്തിൽ കടന്നുപോയ 2-3 പതിറ്റാണ്ടുകളുടെ കഥ ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ കുറിച്ചിടാതിരിക്കാനാവില്ല. ഏതോ നിയോഗം പോലെയാണ് എം ടി ഇതിൻ്റെ തലപ്പത്ത് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. 1993-ലോ 94 ആ കാലത്താണ് എം ടി തുഞ്ചൻ സ്മാരക സമിതിയാണ് അതിൻ്റെ പ്രസിഡൻ്റാവും. അന്ന് കേരളത്തിലെ 2 മുന്നണികളാണല്ലോ, UDF ഉം LDF. UDF ആണ് കേരളത്തിൽ അന്ന് ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് 96-ലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ LDF അധികാരത്തിലോ, നായനാർ മുഖ്യമന്ത്രിയായി. സാധാരണഗതിയിൽ മുന്നണികൾ മാറി അധികാരത്തിൽ മാറി വരുമ്പോൾ
സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള സകല സ്ഥാപനങ്ങളുടെയും ചുമതലക്കാരെ മാറ്റുക എന്നുള്ളത് എന്താണ്, ഒരു അത്യാചാരമല്ല, സ്വാഭാവികമായ ഒരു ഭരണ നടപടിയാണ്. പക്ഷേ ഈ നായനാർ ഗവൺമെൻറ് അതിന് മുമ്പത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് തുഞ്ചൻ പറമ്പിൻ്റെ നേതൃത്വം ആ സർക്കാർ ഏൽപ്പിച്ചു കൊടുത്ത MTA ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാലത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നതാണ്. രണ്ടാമത്തൊരു കാര്യം, ഈ സ്മാരക സമിതി എന്ന് പറയുന്നത് ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. ഒരു കാലാവധി 4 കൊല്ലാണോ 5 കൊല്ലം, ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നത് 5 കൊല്ലാണെന്നാണ് എൻ്റെ ഓർമ്മ. 5 കൊല്ലം കഴിഞ്ഞാൽ വേറൊരു സമിതി വരും. ചിലപ്പോൾ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരിയുള്ള അവസ്ഥ ഉണ്ട്. എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. അപ്പം അത്തരമൊരു ഗതി ഈ തുഞ്ചൻ സ്മാരകത്തിനും തുഞ്ചൻ പറമ്പിനും ഇനി വരാതിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് 93-ൽ UDF നിയമിച്ച സമിതിയുടെ തലപ്പത്ത് നിന്ന് LDF വന്നിട്ടും MT മാറാതിരുന്നതും മാറ്റാതിരുന്നതും എന്ന് മാത്രമല്ല, ഈ സ്മാരക സമിതിയെ ഒരു ട്രസ്റ്റാക്കി രൂപാന്തരപ്പെടുത്തുകയും ആ ട്രസ്റ്റിൻ്റെ സ്ഥിരാധ്യക്ഷനായി MTയെ നിയമിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നത്. TK രാമകൃഷ്ണനാണ് അന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രി. അന്ന് TKയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സാംസ്കാരിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആൾ S. രമേശനാണ്. കവിയും എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു S. രമേശൻ. ആ ഒരു സന്ദർഭത്തിൽ 96-ൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ആ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ PS ആയിട്ട് S. രമേശനുമൊക്കെ വന്നതിൻ്റെ കൂടി യാദൃച്ഛികതയാണ്, ചരിത്രത്തിൻ്റെ യാദൃച്ഛികതയാണ്. ഫലമായിട്ടാണ് ഇത് ട്രസ്റ്റായതും MT അതിൻ്റെ സ്ഥിരം തലപ്പത്ത് അദ്ദേഹം വരണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി തീരുമാനമെടുക്കുകയും ചെയ്തു. ആ തീരുമാനമാണ് നിയോഗം എന്ന് ഞാൻ രണ്ടാമത് പറഞ്ഞു. അത് ഒരു ചരിത്രപ്രസിദ്ധമായ തീരുമാനം ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിൽ. അത്തരമൊരു തീരുമാനം എടുക്കാനുള്ള വിവേകം, ദീർഘവീക്ഷണം ആ സർക്കാരിന് അതിൻ്റെ സാംസ്കാരിക വകുപ്പ് എടുത്തില്ലായിരുന്നുവെങ്കിൽ മാറി മാറി വന്ന ഭരണത്തിൽ മാറി മാറി ആളുകൾ മാറുകയും ചിലപ്പോൾ ഈ മാറി വരുന്ന ആളുകൾക്ക് ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ ഒരു ഈത്തോസ് ഉണ്ട്, അതിൻ്റേതായ ഒരു ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, സ്വഭാവമുണ്ട്, സത്തയുണ്ട്. അത് മനസ്സിലാക്കാതെ അതിൻ്റെ തലപ്പത്ത് കയറി ഇരിക്കുന്ന ആളുകൾ അത്തരം ആൾക്കാരാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ നാശമാണ് സംഭവിക്കുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരമൊരു വിപര്യം ഈ മഹാസ്ഥാപനത്തിന് വരാതിരിക്കാൻ ആ സർക്കാരും ആ സാംസ്കാരിക വകുപ്പും പ്രകടിപ്പിച്ച ജാഗ്രതയും ഉത്തരവാദിത്വ ബോധവും കൂടി ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ് ഞാൻ കരുതുന്നു. ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കണമെന്നില്ല കേട്ടോ, പേടിക്കണ്ട. ഞാൻ ഇത് പറയുമ്പോൾ 87 മുതൽ 91 വരെയുള്ള കാലത്ത് ഇവിടെ ഈ തുഞ്ചൻ സ്മാരക സമിതിയിലൊരു അംഗമായിരുന്നു ഞാൻ. അത് ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയാം. ആ സമിതി മോശമായ സമിതി ഒന്നല്ല. MS മേനോനാണ് അതിൻ്റെ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒട്ടേറെ പരിമിതികൾക്കകത്ത് ശ്വാസം മുട്ടി നിൽക്കുകയും ആ പരിമിതി മുറിച്ചു കടക്കാനുള്ള ഇച്ഛാശക്തിയോ മാർഗമോ വിഭാവന ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഇപ്പോൾ കുറ്റസമ്മതം നടത്തുക, ഏറ്റുപറയുക. അതുകൊണ്ട് ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് എന്തു ചെയ്യാൻ പറ്റും പരമാവധി ഫലപ്രദമായി എന്ന വിഷയമാണ്. ആ പരിമിതിയെ മറികടന്നുകൊണ്ട് എന്തു ചെയ്യാൻ പറ്റും എന്ന ഒരു സങ്കല്പം പോലും ഞങ്ങളുടെ ആലോചന മേഖലയിൽ കടന്നു വന്നതേയില്ല. അതുകൊണ്ട് നടന്നു വന്ന നടപടിക്രമങ്ങൾ കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകുന്നതിനാവശ്യമായ ഒരു നേതൃത്വമാണ് ആ സമിതി എടുത്തത്.
എന്നാൽ MT വരുന്നതോടുകൂടി സ്ഥിതി മാറി. ചിലർ പരസ്യവാചകല്ലേ, എന്താണ് അയാൾ വരുമ്പോൾ ചരിത്രം വഴിമാറും അല്ലേ. അതുപോലെ MT വന്നതോടുകൂടി ഈ സ്ഥാപനത്തിൻ്റെ തലവിധി മാറിപ്പോയി. ഒരു സാംസ്കാരിക സ്ഥാപനം, തുഞ്ചൻ സ്മാരകമാണ്. ഇത്തരമൊരു സ്ഥാപനം എങ്ങനെയാണ് സംവിധാനം ചെയ്യേണ്ടത്, നിലനിർത്തേണ്ടത്, വളർത്തിയെടുക്കേണ്ടത് എന്നതെ സംബന്ധിച്ച ഒരു സങ്കല്പം, ആദ്യം സങ്കല്പം ഉണ്ടാവും. പിന്നെ ആ സങ്കല്പം സാക്ഷാത്കരിക്കാനുള്ള പദ്ധതി ഉണ്ടാവും. പിന്നെ ആ പദ്ധതി പൂർത്തീകരിക്കാനുള്ള കർമ്മശേഷിയും ഇച്ഛാശക്തി ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടായ കാര്യങ്ങൾ നടക്കും. അപ്പോൾ MT വരുന്നതോടുകൂടി സ്ഥിതി മാറി. ഹേബർമാസിൻ്റെ ഒരു രസകരമായൊരു പരികല്പനയുണ്ട്. ആളുകൾ രണ്ട് തരത്തിലുണ്ട്, രണ്ട് ഗണപ്പെട്ട ആളുകൾ. ഒരു കൂട്ടർ ഏജൻറ്റുകളാണ്, ഏജൻറ്റ്സ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് സോഴ്സ്. ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏജൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഉപകരണം ആണ്. ഉപകരണത്തിന് എന്താണ്, സ്വയം പ്രവർത്തനക്ഷമല്ല ഉപകരണം. ഉപയോഗിക്കുന്ന ആളുടെ താല്പര്യത്തിനനുസരിച്ച് ആ ഉപകരണം പ്രവർത്തിക്കും. ഉപകരണത്തിന് എന്തില്ല? ഒരു ഇൻ്റലക്റ്റ് ഇല്ല, ഒരു ഇൻറ്റൻഷൻ ഇല്ല, ഒരു ഇമാജിനേഷൻ ഇല്ല, ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല, ഒരു ഇനീഷ്യേറ്റീവ് ഇല്ല. ഇതൊന്നുമില്ല ഈ ഉപകരണത്തിന്. അതാണ് ഏജൻറ്റ്. എന്നാൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഉറവയാണ്. MT ഈ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുന്ന് കേവലം ഒരു ഏജൻ്റായി, ഉപകരണമായി ഉണങ്ങുന്നതിനു പകരം ഉറവയായി ഒഴുകുകയാണ് ചെയ്തത് എന്ന് ഈ കഴിഞ്ഞ 3 ദശകക്കാലത്തെ ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. MT എഴുത്തുകാരൻ മാത്രമല്ല, MT ഒരു ഏറ്റവും നല്ല ഓർഗനൈസർ, ഏറ്റവും നല്ല ലീഡർഷിപ്പുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നതിനാവശ്യമായ ഇമാജിനേഷൻ, ഭാവനയുള്ള ആളാണ്. അദ്ദേഹം തൻ്റെ വ്യക്തിത്വം, താൻ ആർജിച്ചിട്ടുള്ള അനുഭവങ്ങളും അറിവുകളും തൻ്റെ സൗഹൃദവും, തൻ്റെ വിപുലമായ സൗഹൃദവും പരിചയവും സ്വാധീനവും എല്ലാം ആണ് ഈ കൾച്ചറൽ ക്യാപിറ്റൽ. ആ സാംസ്കാരിക മൂലധനം MT തൻ്റെ ജീവിതം കൊണ്ട് ആർജിച്ച ഒരു സാംസ്കാരിക മൂലധനമുണ്ട്, കൾച്ചർ ക്യാപിറ്റൽ. ആ സാംസ്കാരിക മൂലധനം മുഴുവൻ ഈ സ്ഥാപനത്തിന് വേണ്ടി നിക്ഷേപിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അദ്ദേഹം തനിക്ക് വേണ്ടിയല്ല ഉപയോഗിച്ചതും ചെലവാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായൊരു നിയോഗം പോലെ തൻ്റെ കയ്യിൽ വന്നുപെട്ട ഈ മഹാസ്ഥാപനത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നതിനും നിർവചിക്കുന്നതിനും അതിനെ ടാഗോറിൻ്റെ ശാന്തിനികേതനം പോലെ, വള്ളത്തോൾ സ്ഥാപിച്ച കലാമണ്ഡലം പോലെ ഇത് MT സ്ഥാപിച്ചതല്ല. MT അതിൻ്റെ ചരിത്രത്തിൽ ഇടയ്ക്ക് കയറി വന്ന ആളാണ്. പക്ഷേ ഇത് MTയുടെ ഒരു സ്ഥാപനം പോലെ മാറ്റിയെടുക്കാൻ ഈ നേരത്തെ പറഞ്ഞ ഏതാണ് ടാഗോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വിശ്വവിധാനമുള്ള സ്ഥാപനമാണ്, ഒരു ലോക്കൽ ആയ സ്ഥാനമല്ല. അതുപോലെ കലാമണ്ഡലം അങ്ങനെ തന്നെയാണ്. കേരളം എന്ന് പറഞ്ഞാൽ കലാമണ്ഡലത്തിൻ്റെ നാടെന്ന് സമശീർഷമായ ഒരു സ്ഥാപനമായിട്ട് ഈ തുഞ്ചൻ പറമ്പിനെ മാറ്റിയെടുക്കാൻ MTക്ക് അതിനിപുണമായി, എന്നാൽ വളരെ നിശബ്ദമായി, ഒരു കൊട്ടിഘോഷമില്ലാതെ, ഒരു കെട്ടുകാഴ്ചയില്ലാതെ അദ്ദേഹം ഈ സംഗതി വളരെ നിശബ്ദത എന്ന് പറയുന്നത് MTയുടെ എഴുത്തിലെ വ്യക്തിത്വത്തിൻ്റെ ഒരു അദ്ദേഹം ആദ്യം സംസാരിക്കാത്ത ആളാണ്. ഈ സംസാരിക്കാത്ത ആയിരിക്കുക എന്നുള്ളത് ഒരു സംഘാടകൻ്റെ ഒരു ഗുണമാണ്. സംഘാടകൻ അധികം സംസാരിക്കുക. ഇപ്പം ഞാനൊന്നും സംഘാടകനല്ല. എൻ്റെ അച്ഛൻ പറയാറുണ്ട്, ഇയാളെ ഒരു സംഘടനയുടെയും ചുമതല. കാരണം എന്താ വെച്ചാൽ ഈ വർത്തമാനം പറയുന്നവർക്ക് സംഘടന പറ്റില്ല, മനസ്സിലാവുക. അപ്പോൾ MTക്ക് അങ്ങനെ ഗുണമുണ്ട്, MT അധികം സംസാരിക്കില്ല. അത് MTയുടെ ഈ സംഘാടകൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിൻ്റെ ഒരു പ്രകാശനം കൂടിയാണ്. അപ്പോൾ താൻ സ്വയം സംസാരിക്കാതെ മറ്റതാണ് അരങ്ങിൽ നിൽക്കുകയല്ല, അരങ്ങൊരുക്കുകയാണ് സംഘടന. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ MT 10-30 കൊല്ലക്കാലം ഇവിടെ ഉണ്ടായിരുന്നു.
MT തന്നെ പ്രദർശിപ്പിക്കാനോ തൻ്റെ എഴുത്തിനെ പറ്റി സെമിനാർ നടത്താനോ തന്നെ പ്രശംസിക്കാനോ തൻ്റെ പ്രശസ്തി എന്തെങ്കിലും ഒരു കാര്യത്തിൽ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ ഇവിടെ കാണാറില്ല. അത് ഭൗതികമായ കാഴ്ച മാത്രമല്ല, അദ്ദേഹം അദൃശ്യനായിരുന്നു കൊണ്ട്, അണിയറയ്ക്ക് പിറകിലിരുന്നു കൊണ്ട്, കർട്ടൻ്റെ പിറകിലിരുന്നു കൊണ്ട് ഇതെല്ലാം സംഘടിപ്പിക്കുക. എത്ര ആൾക്ക് സാധിക്കുന്നത്? പണ്ട് ഞാനുണ്ടായിരുന്നു, കർട്ടൻ വലിക്കാനാണ് ഇരുന്നിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അരങ്ങത്തേക്ക് കയറും നാടകത്തിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഈ അണിയർ ബാക്ക് സ്റ്റേജ് ഹാൻഡായിട്ട് പ്രവർത്തിക്കുമ്പോൾ പോലും അരങ്ങിലേക്ക് കയറി വന്ന് സ്വയം പ്രദർശിപ്പിക്കാനുള്ള വ്യഗ്രത മുറ്റി നിൽക്കുന്ന ഒരു കാലത്ത് ആത്മപ്രദർശനത്തിനുള്ള കൗതുകം അശേഷം പ്രകടിപ്പിക്കാതെ ഈ സ്ഥാപനത്തെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും പ്രകാശിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും അവരെ ഇതിന് കൊണ്ടുപോയി ചെയ്യുക. ഇങ്ങനെ ഒരു സംഗതി. അതുപോലെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, തൻ്റെ കൂടെയുള്ള ആളുകളുടെ കഴിവുകേടും മനസ്സിലാക്കാനുള്ള കഴിവാണ് ഒരു ലീഡറുടെ കഴിവ്. ആദ്യത്തെ കഴിവാണ്. തൻ്റെ കൂടെയുള്ള 10 ആളുണ്ടെങ്കിൽ അവരുടെ കഴിവും മനസ്സിലാക്കണം, കഴിവ് കേടും മനസ്സിലാക്കണം. എന്നിട്ട് അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ അവരെ വിന്യസിക്കണം. അതാണ് ഇതൊരു ഓർഗനൈസറുടെ കഴിവാണ്. അതാണ് അദ്ദേഹം ഒരു കണ്ടക്ടർ എന്ന് പറയാം. വിവിധ സംഗീതോപകരണങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് രാഗം സൃഷ്ടിക്കുന്നത് കണ്ടക്ടറല്ല, പാട്ട് മ്യൂസിക് ഉണ്ടാക്കുന്ന ആളല്ല കണ്ടക്ടർ. ഈ വിവിധ സംഗീതോപകരണങ്ങളുടെ സാധ്യതകളെ സമന്വയിപ്പിക്കുന്ന ആളാണ് കണ്ടക്ടർ. അതാണ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ക്രിയേറ്ററല്ല. അദ്ദേഹം ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എഴുത്തുകാരനാണ്. അത് എഴുതി, അത് വേറൊരു ലോകമുണ്ട്, അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ബേജാറുമില്ല. അതുകൊണ്ട് ഇവിടെ അദ്ദേഹം ഈ ഒരു വൃത്തിയാണ്, അനുപമമായ, അസാധാരണമായ, അനനുകരണീയമായ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളത് ഞാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അവസാനിപ്പിക്കുക എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എൻ്റെ ഒരു ശീലമാണ്. അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അപ്പാട് അവസാനിപ്പിക്കുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട, പക്ഷെ പെട്ടെന്ന് അവസാനിപ്പിക്കും. 2 കാര്യം കൂടി പറയാതെ പോയാൽ ശരിയാവില്ല. ഒന്ന്, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ദൗത്യം MT ഏറ്റെടുത്തത്? MTക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് നമുക്കറിയാം. തുഞ്ചൻപറമ്പിൻ്റെ ട്രസ്റ്റിൻ്റെ ചെയർമാനാണെന്ന് പറഞ്ഞിട്ട് MTക്ക് ഒന്നും കിട്ടാനില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് കിട്ടാനില്ല, അദ്ദേഹത്തിന് നൽകാൻ. എന്താ അദ്ദേഹം നൽകിയത് ഈ തുഞ്ചൻപറമ്പിന്? വളരെ പ്രധാനപ്പെട്ട അത്യന്തം സങ്കീർണവും സംഘർഷമയവുമായ ഒരു കാലത്താണ് അദ്ദേഹത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്തത്. കടന്നുപോയ 30 കൊല്ലം നിങ്ങളൊന്ന് ആലോചിച്ചു. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ 2 പ്രധാനം. ഒന്ന്, നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ. ഇന്ത്യ എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ സാംസ്കാരിക ദേശീയവാദം എന്ന് പറഞ്ഞൊരു വാദം ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നൊരു കാലം. സാംസ്കാരിക ദേശീയവാദം, അതിൻ്റെ ഒരു കാര്യം എന്താ? ഒറ്റ സംസ്കാരം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. വാസ്തവത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുദേശീയ രാഷ്ട്രമാണ്. പല സംസ്കാരങ്ങളാണ് ഇന്ത്യ, ഒരു സംസ്കാരം അല്ല. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത, ഇന്ത്യയുടെ സവിശേഷത, ഇന്ത്യയുടെ ഫീച്ചർ. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഈ ബഹുസംസ്കാരം. കേരളം മലയാളികളുടെ നാടാണ്. നമ്മളാക്കുന്ന മലയാള ഭാഷയാണ്. അപ്പോൾ മലയാള ഭാഷ, ആ മലയാള ഭാഷയുടെ ഒരു ഗോപുരം പോലെ നിൽക്കുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ദേശീയ സംസ്കൃതിയുടെ ഒരു പതാകയാണ്. ദേശീയ സംസ്കൃതികളെ മുഴുവൻ ചവിട്ടി അരച്ച് സാംസ്കാരിക ദേശീയതയുടെ സർവാധിപത്യം ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ സാംസ്കാരിക ദേശീയതയുടെ സർവാധിപത്യത്തെ ദേശീയതകളുടെ സംസ്കാരം കൊണ്ട് പ്രതിരോധിക്കുക എന്ന അത്യന്തം സങ്കീർണവും സൂക്ഷ്മവുമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയ ബോധമാണ് ഈ തുഞ്ചൻപറമ്പിൻ്റെ സാരഥ്യം സ്വയം ഏറ്റെടുക്കാൻ MTയെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ കരുതും. വളരെ പ്രധാനം. രണ്ടാമത്തത്, ഇവിടെ ടീച്ചർ പറഞ്ഞു മതനിരപേക്ഷത. ഈ ഫെഡറലിസം പോലെ തന്നെ രണ്ടാമത്തെ അടിസ്ഥാന ഘടനയാണ് മതനിരപേക്ഷത. ഇതൊരു മതസ്ഥാപനമല്ല, ഇതൊരു ക്ഷേത്രമല്ല, ഇത് ആർത്ഥത്തിലൊരു തീർത്ഥാടന കേന്ദ്രമല്ല. മതവുമായി ഒരു ബന്ധവുമില്ല ഈ സ്ഥാപനത്തിന്.
എന്നാൽ മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മാത്രമല്ല, മതനിരപേക്ഷമായി പുറന്ന സ്ഥാപനങ്ങളെ കൂടി ഏതെങ്കിലും മതത്തിൻ്റെ പട്ടികയിൽ ചട്ടക്കൂട്ടിൽ ഒതുക്കിക്കെട്ടാനുള്ള ശ്രമവും മതം അവിടെ ആ സ്ഥാപനത്തിൽ നടക്കുന്നതിനെന്താ? സ്വമത വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള പണിയല്ല, പരമത വിദ്വേഷം വളർത്തുന്നതിനുള്ള കുത്തിത്തീർപ്പുകളാണ് ഈ രാജ്യത്ത് ഇപ്പോൾ കൊണ്ടുപിടിച്ചു നടക്കുന്നത്. അത്തരക്കാർ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ തുഞ്ചൻ പറമ്പിലേക്ക് നുഴഞ്ഞു കയറാനും ഇതിൽ പിടിമുറുക്കാനും അവരുടെ ഒരു കളിക്കളമായി ഈ മഹാസ്ഥാപനത്തെ മാറ്റിയെടുക്കാനും നടത്തിയ നെടുനാളായി നടന്നൊരു ശ്രമമുണ്ട്. ആ ശ്രമത്തെ നമ്മൾ പറയാറില്ലേ, ഇത് വൺ മാൻ ആർമി, ഏകാംഗ സൈന്യം എന്ന് പറയും. ഞാൻ പറയുന്നു MT തടശില പോലെ തരംഗലീലയിൽ നിന്ന് കുമാരനാശാൻ ഇങ്ങനെ അടിച്ചു വരുന്ന തിരമാലകളെ തീരത്തെ പാറക്കെട്ട് തടുത്തു നിർത്തുന്നത് പോലെ പല നിലയ്ക്ക് തുടർച്ചയായി നിലയ്ക്കാതെ ഈ സ്ഥാപനത്തെ, ഇതിൻ്റെ മഹിതമായ മതനിരപേക്ഷ പാരമ്പര്യത്തെ കടന്നാക്രമിക്കാനുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ സകല കുടിലശ്രമങ്ങളെയും ഏകാന്തധീരമായി ആവർത്തിച്ചാവർത്തിച്ച് ആഞ്ഞടിക്കുന്ന ഈ തരംഗങ്ങളെ പ്രതിരോധിച്ചു നിൽക്കുന്ന തടശിലയായി ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ MT എന്ന വ്യക്തിത്വം ഇങ്ങനെ തലയുയർത്തി നിന്നതുകൊണ്ടാണ് സ്നേഹിതന്മാരെ ഈ തിരൂരും തുഞ്ചൻ പറമ്പും ഇതുപോലെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇല്ലേ മാർക്സിൻ്റെ ഒരു പ്രയോഗമുണ്ട്. മാർക്സ് എന്ന് പറഞ്ഞാൽ അബദ്ധാവില്ലല്ലോ. തുഞ്ചൻ പറമ്പിൽ വന്നിട്ട് മാർക്സിനെ പറ്റി പറഞ്ഞു എന്നൊക്കെ ആക്ഷേപമാവോ? നിശ്ചയില്ല. മാർക്സ് പറഞ്ഞിട്ടുണ്ട്, മാർക്സിൻ്റെ മൂലധനത്തിൽ ഒരു പരികല്പനയുണ്ട്, കമോഡിറ്റി ഫെറ്റിഷിസം. കമോഡിറ്റി ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് വസ്തുകാമം എന്ന് പറയാം. വസ്തുകാമം. അപ്പോൾ ഈ കമോഡിറ്റി ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കാതലെന്താ? മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ വസ്തുക്കൾ തമ്മിലുള്ള ബന്ധമായി, വിചിത്രമായ ബന്ധമായി അനുമാനിക്കുന്ന പ്രതിഭാസത്തിലാണ് എന്ത് പറയുക, കമോഡിറ്റി ഫെറ്റിഷിസം. മനുഷ്യർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധമായി മാറും. ആ വസ്തു എന്ന് പറഞ്ഞാലോ, വസ്തുവിനെ നമ്മൾ മാനിക്കുന്നത് വസ്തുവിൻ്റെ പേരിലല്ല. ആ വസ്തു ആരുണ്ടാക്കി, ആ വസ്തു എങ്ങനെ ഉണ്ടാക്കി, ആ വസ്തുവിൻ്റെ പിന്നിലുള്ള മനുഷ്യാധ്വാനം എന്ത്, മനുഷ്യബന്ധങ്ങൾ എന്ത്, മനുഷ്യഭാവന എന്ത്, മാനസികമായ ഉള്ളടക്കമുണ്ട് എന്നൊന്നും അന്വേഷിക്കാതെ അതിനെ മാർക്കറ്റിൽ അതിനെന്ത് വിലയുണ്ട് അതനുസരിച്ചാണ് ആ വസ്തുവിനെ നമ്മൾ മാനിക്കുന്നത്. വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം എന്താണ്? വസ്തുവിനുള്ള കമ്പോള വില, എക്സ്ചേഞ്ച് വാല്യൂ. ആ എക്സ്ചേഞ്ച് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ മാനിക്കുകയും അതിനോട് താല്പര്യം പുലർത്തുകയും അതിനോട് ആസക്തി പുലർത്തുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ, ഇപ്പം ഈ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരാളൊരു ഓട്ടോറിക്ഷയിൽ വന്നു. ആ ഓട്ടോറിക്ഷയിൽ വരുന്ന സമയത്ത് വേറെ ആളൊരു BMW വന്നു നിൽക്കും. ഓട്ടോറിക്ഷയിൽ വന്നതിൻ്റെ സ്ഥിതിയാണ്. എല്ലാവരും BMW നോക്കും, ഓട്ടോറിക്ഷ നോക്കില്ല. അപ്പോൾ ഓട്ടോറിക്ഷയാണ്, ഈ ആളല്ല. മനസ്സിലാവുണ്ടോ? ചിലപ്പോൾ മഹാത്മാഗാന്ധി ഓട്ടോറിക്ഷയിൽ വന്നിട്ടുണ്ടാവുക, അത് വിഷയമല്ല. അതിൽ വന്ന ആൾ നിങ്ങൾക്ക് വിലയില്ല, അത് അയാളുടെ. ഇതാണ് എന്ത്? കമ്മോഡിറ്റി ഫെറ്റിഷിസം. ഇതിന് സമാന്തരമായി, ഇത് മാർക്സ് പറഞ്ഞല്ല, നാരായണ മാഷ് പറഞ്ഞതാണ്. കമ്മോഡിറ്റി ഫെറ്റിഷിസം എന്ന മാർക്സിൻ്റെ ആശയത്തിൽ നിന്ന് വികസിപ്പിച്ച ഒരു പരികല്പനയാണ് കമ്മ്യൂണിറ്റി ഫെറ്റിഷിസം. എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ വരുമ്പോൾ അയാൾ ആരാണെന്നുള്ളതല്ല, അയാളുടെ ജാതി എന്താണ്, അയാളുടെ മതം എന്താണെന്ന് പരിഗണിക്കുക. മനസ്സിലാവുണ്ടോ? ഇപ്പം ഈ യോഗത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാരാണ്? ഒരു ഹിന്ദു സംസാരിച്ചു കൊണ്ടിരിക്കുക. തെറ്റു പറയാൻ പറ്റും? മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അപ്പോൾ ഒരാളെ അയാളുടെ ഗുരു പറഞ്ഞ എന്താണ്? ഗുരു പറഞ്ഞത് എന്താണ്? മതം ഏതായാലും മനുഷ്യൻ അല്ലേ? മനുഷ്യജാതി അല്ല, ജാതി മനുഷ്യനല്ല, മനുഷ്യജാതിയില്ല. അപ്പം ജാതി ചോദിക്കരുത് പറയരുത്. ഇപ്പോഴോ ജാതി മാത്രമേ ചോദിക്കാവൂ പറയാവൂ, മതം മാത്രമേ ചോദിക്കാവൂ പറയാവൂ. ജാതിയും മതവും മാത്രം പരിഗണിക്കുന്ന, അങ്ങാടി നിലവാരം മാത്രം പരിഗണിക്കുന്ന വസ്തുകാമം പോലെ ജാതിയും മതവും മാത്രം പരിഗണിക്കുന്ന. ഈയിടെ കേരളത്തിലെ ഒരു സമുദായ സംഘടനയുടെ സമുന്നതനായ നേതാവ് കേരളത്തിലെ ഒരു പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെ കുറിച്ച് പറഞ്ഞത്,
അദ്ദേഹം സർവോപരി ഒരു നായരുമാണ്. എല്ലാറ്റിലും മീതെ എന്താണ് ഒരു നായരാണ്. അപ്പം അതാണ് അത് പ്രധാനം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇതിനാണ് എന്ത് കമ്മ്യൂണിറ്റി ഫെറ്റിഷിസം, ഇതിനെയാണ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന ഭാഷയിൽ ലോകം മുഴുവൻ വ്യവഹരിക്കുന്നത്. ഈ ഐഡൻറ്റിറ്റി സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ സ്ഥാപനത്തെയും ഈ സ്ഥാപനത്തിൻ്റെ സാരഥിയായ MTയെയും അദ്ദേഹത്തിൻ്റെ സർഗജീവിതത്തെയും ഒക്കെ വലിച്ച് കീറി തെരുവിലിട്ട് ചവിട്ടി അരയ്ക്കാൻ നടത്തിയ അത്യന്തം ജുഗുപ്സാവഹമായ ശ്രമങ്ങളുടെ പിന്നിലുള്ളത് MT ഉയർത്തിപ്പിടിച്ച പതാക ഈ പറഞ്ഞ പതാകയാണ്. ഈ പറഞ്ഞ ഇന്ത്യ എന്ന ആശയത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഏക അടിസ്ഥാന സങ്കല്പനത്തെയാണ് അദ്ദേഹം ഈ മലയാളിയുടെ മഹാനായ മലയാള ഭാഷയുടെ പിതാവായി നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സ്മരണയുടെ ഈ നിലനിർത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് MT. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് MT ഇല്ലാത്ത ആദ്യത്തെ തുഞ്ചൻ ഉത്സവമാണ്. MT ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില ആളുകളൊന്നും വന്നിട്ടില്ല ഇവിടെ. MT ഉണ്ടായിരുന്നു വെച്ചാൽ മുന്നിൽ വന്നിരിക്കുന്ന പലരും ഇന്ന് കാണില്ല. MT ഉണ്ടായാൽ ആദ്യം തന്നെ യോഗത്തിൽ ഹാജർ എങ്ങനെയുള്ളത് നമ്മൾ ഉദ്ഘാടകൻ, അധ്യക്ഷൻ, സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ വിളിക്കുന്നു. MT ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇന്ന് പലരും ഇവിടെ വന്നിട്ടില്ല. അല്ല, അവർക്ക് അവരുടെ തിരക്കൊണ്ടായിരിക്കും, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. അപ്പോൾ MT ഇല്ലാതെ ആയതിൻ്റെ ചില പരിമിതികൾ ഞാനിവിടെ ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും കൂടി ചേർന്ന് MT ഇല്ലാതായതുകൊണ്ട് MTയുടെ അഭാവത്തിൽ MT തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയല്ല, മനസ്സിലായിക്കോളൂ നന്നായിട്ട്, അദ്ദേഹത്തിന് വേണ്ടിയല്ല, സമർപ്പിച്ച് നിലനിർത്തിയ ഉയർത്തിക്കൊണ്ടുവന്ന ഈ മഹാസ്ഥാപനത്തെ തേജസ് കെടാതെ സൂക്ഷിക്കാൻ, ഈ വിളക്ക് കാറ്റിൽ പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് MTയുടെ ഓർമ്മയെയും ഈ തുഞ്ചൻ പറമ്പിൻ്റെ പ്രഭാവത്തെയും നിലനിർത്താൻ നമുക്ക് ചെയ്യാനുള്ള ഏക കാര്യം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്